നമസ്കാരം. എൻ്റെ പേര് ഗോപകുമാർ PR. ഞാൻ SUT ഹോസ്പിറ്റലിലെ ഡയാലിസിസിൻ്റെ മാനേജരാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഡയാലിസിസിനുള്ള വാട്ടറിനെ കുറിച്ചാണ്. ഇത് പലർക്കും അറിവുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ ഇതായിട്ട് പറയുന്നത്. ഡയാലിസിസിൻ്റെ വാട്ടർ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി കൂടിയ വാട്ടറാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. കാരണം അത് AAMI സ്റ്റാൻഡേർഡാണ്, അതായത് അസോസിയേഷൻ ഓഫ് അഡ്വാൻസ്മെൻറ്റ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ആ ഒരു സ്റ്റാൻഡേർഡ്, അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള വാട്ടറാണ് നമ്മൾ ഡയാലിസിസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലരും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ വെള്ളം പുറത്തുനിന്ന് വരുന്ന. തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന വെള്ളമാണ്. പക്ഷേ നമ്മൾ പ്രത്യേക പ്ലാന്റ്, അതായത് RO പ്ലാന്റ്, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ്, ആ പ്ലാന്റ് വെച്ചിട്ട് നമ്മളതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിനെ ശുദ്ധീകരിച്ചെടുത്ത് ഇതിൻ്റെ മിനറൽസൊക്കെ കുറച്ച് അതിനെ പ്രത്യേക ടാങ്കിലാക്കി, അങ്ങനെയാണ് നമ്മളിതിന് ഡയാലിസിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറേ പ്രീ പ്ലാന്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ഔട്ടർ സൈഡിൽ നിന്ന് വരുന്ന വെള്ളത്തിന് അതിൻ്റെ ചെളിയൊക്കെ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ സാൻഡ് ഫിൽറ്റർ ഉപയോഗിച്ച് വെള്ളത്തിനകത്തെ മഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നീക്കണം. അടുത്തത് സെക്കൻഡ് വരുന്നത് കാർബൺ ഫിൽറ്റർ. കാര്യം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്ലോറിനേറ്റഡ് ആണ്. അതുപോലെ കാൽഷ്യം, പിന്നെ സിങ്ക്, അലൂമിനിയം, ഇങ്ങനെയുള്ള ഒരുപാട് മിനറൽസ് ഇതിനകത്ത് കയറി വരുന്നത്, കെമിക്കൽസ് കയറി. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് വേണം നമ്മൾ അടുത്ത ഘട്ടമായ സോഫ്റ്റ്നറിലേക്ക് വിടാൻ. സോഫ്റ്റ്നറിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സോഫ്റ്റ്നറിനകത്ത് വന്ന് കയറി കഴിയുമ്പം കാര്യം നമുക്ക് വരുന്നത് ഹാർഡ് വാട്ടറാണ്. അതിനെ സോഫ്റ്റ് ചെയ്ത് അതുപോലെ അതിനകത്തെ കാൽഷ്യത്തിനെ എല്ലാം നീക്കി അതിന് സോഡിയം റീപ്ലേസിങ് കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ അടുത്ത ഘട്ടമായി നമ്മൾ റോ വാട്ടർ ടാങ്കിനകത്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുകയാണ്. അതിനകത്തു നിന്നാണ് നമ്മൾ പിന്നെ അടുത്ത സെക്ഷനായിട്ടുള്ള RO മെംബ്രെയിനകത്തോട്ട് നമ്മൾ ഇപ്പം പലയിടത്തും നമ്മൾ സോഫ്റ്റ്നർ കഴിഞ്ഞിട്ട് ഡീഅയണൈസർ വെക്കുന്നുണ്ട്. ഡീഅയണൈസർ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്ക ഇടത്തുനിന്നും വരുന്നതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലും ചിലയിടത്ത് ബോർവെല്ലിൽ നിന്ന് വരുന്ന വാട്ടറാണെങ്കിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ആ അയൺ റിമൂവ് ചെയ്ത് വേണം നമ്മൾ അടുത്ത ഘട്ടത്തിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കയറി ഈ മെംബ്രെയിൻ ചോക്കിംഗ് ആയിപ്പോവും. അപ്പോൾ ഈ മെംബ്രെയിനകത്തോട്ട്, അതായത് RO മെംബ്രെയിൻ എന്ന് പറയും, നമ്മൾ ഡയാലിസിസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന RO പ്ലാന്റ് മെംബ്രെയിനാണത്. ആ മെംബ്രെയിനകത്തോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ആ മെംബ്രെയിനകത്തു നിന്നാണ് നമുക്ക് വേണ്ട ഡയാലിസിസിന് വേണ്ട പ്രോഡക്റ്റ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പം അറിയാം നമുക്ക് വരുന്ന ഹൈ മിനറൽസ് ആണ്. അതെല്ലാം നീക്കി ഈ RO മെംബ്രെയിനകത്ത് വെച്ചിട്ട് ഓസ്മോസിസ് കടന്നിട്ട് ലോ മിനറൽസ് ആണ് നമുക്ക് വേണ്ടത്. ആ ലോ മിനറൽസ് വാട്ടർ നമ്മൾ പ്രോഡക്റ്റ് വാട്ടറാക്കി നമ്മൾ ടാങ്കിൽ നിന്ന് നമ്മൾ പിന്നെ ആ മിഷനകത്തോട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമ്മളൊരു അൾട്രാവയലറ്റ് ലൈറ്റ്, ഒരു 1 മൈക്രോൺ ഫിൽറ്റർ, ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും മിഷനിനകത്തോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോട്ടോ പോകാൻ പാടില്ല. അതുകൊണ്ട് അൾട്രാവയലറ്റ് ലൈറ്റും ഒരു 1 മൈക്രോൺ ഫിൽറ്ററും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇത് മിഷനകത്തോട്ട് പോകുന്നത്. ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റീസർക്കുലേറ്റ് ചെയ്ത് കാര്യം നമുക്കത് ഒരു കാരണവശാലും ഇത് ബ്ലോക്ക് ആക്കി ഇടാൻ പാടില്ല. ഇതിങ്ങനെ റീസർക്കുലേറ്റ് 24 hours ഇത് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ട RO വാട്ടറിൻ്റെ ആ ഒരു സജ്ജീകരണങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ pH എപ്പോഴും നമുക്ക് 6 to 7 അകത്തേക്കണം. 6.5 to 7 ആ ഒരു റേഞ്ചിനകത്ത് വേണം നമ്മൾ ഈ pH ഇതിൻ്റെ എവരുടെ pH ചെക്ക് ചെയ്യണം. കാര്യം pH വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിനെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ലോറമിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 0.1 ആണ്. കാര്യം അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീമോലൈസിസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങളും അതുപോലെ ഒരുപാട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഫ്രീ ക്ലോറിൻ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പം അത് നമ്മളെപ്പോഴും നോക്കുക, എവരിഡേ നമ്മളത് നോക്കണം. അതുപോലെ നമ്മൾ എല്ലാ മാസവും നമ്മൾ വാട്ടർ കൾച്ചർ
വാട്ടർ അനാലിസിസിന് വിടണം. അതായത് എൻഡോടോക്സിൻ വിടണം. അതുപോലെ എൻഡോടോക്സിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.25 ആണ്. അതുപോലെ അതിൻ്റെ മൈക്രോബയോളജി വിടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 50 ആണ്. ബാക്ടീരിയൽ കണ്ടന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യണം. കാര്യം എല്ലാ മാസവും മോണിറ്റർ ചെയ്യണം. അതുപോലെ 6 മാസത്തിലൊരിക്കൽ ഇതിൻ്റെ കെമിക്കൽ അനാലിസിസ് അത് മസ്റ്റാണ്. അതുപോലെ ഇതെല്ലാം എപ്പോഴും നമ്മൾ ഫയൽ ചെയ്ത് വെച്ചേക്കണം. കാര്യം ഇത് ഓരോ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പേഷ്യൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം വാട്ടർ ക്വാളിറ്റി എത്രയും നന്നാവുന്നോ അത്രയും പേഷ്യൻ്റെ ലൈഫ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിന് ഈ എന്തെങ്കിലും ഷിവറിങ്ങോ ഇതൊക്കെ വന്നു കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വാട്ടറിൻ്റെ ഒരു മോശം ഇതായിരിക്കാം. കാര്യം അങ്ങനെ ഉണ്ടാകുമ്പം നമ്മൾ സഡനായിട്ട് നമ്മളത് ചെക്ക് ചെയ്യാം. മെംബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയുള്ളത് ഉറപ്പായിട്ടും അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി എപ്പോഴും നന്നായിട്ട് നമ്മൾ ആ ഒരു AMI സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മൾ എപ്പോഴും അത് ഫിൽറ്ററെല്ലാം ബാക്ക് വാഷ് കൊടുക്കുക, റിൻസ് കൊടുക്കുക, എവറി ഡേ 2 times നമ്മളത് ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാർബണിനകത്തും അതുപോലെ സാൻഡ് ഫിൽറ്ററിനകത്തും വരേണ്ട ഈ ചെളികൾ മുഴുവൻ കയറി അടഞ്ഞ് നമ്മുടെ മെംബ്രെയിൻ പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യതകൾ കൂടെയാണ്. അതുകൊണ്ട് RO വാട്ടർ, ഡയാലിസിസിനുള്ള RO വാട്ടർ എന്ന് പറയുന്നത് ലോ മിനറൽസ് ആണ്. അത് 100% പ്യുവർ ലോ മിനറൽ വാട്ടർ ആയിരിക്കണം. ഇതാണ് എനിക്ക് ഇന്ന് വാട്ടറിനെ കുറിച്ച്, ഡയാലിസിസിനുള്ള RO വാട്ടറിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം. വാർത്തകൾ വിരൽ തുമ്പിൽ. യു വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.